തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ CPIഎമ്മിനെതിരെ കോൺഗ്രസ്. ശ്രീജ ജീവനൊടുക്കിയത് CPM നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ മനം നൊന്ത് എന്നാണ് വിമർശനം. അവളൊരു മെമ്പറാണ്, പഞ്ചായത്തിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. പിന്നെ അവരെ ഈ പറഞ്ഞവരെ വീട്ടിൽ നിന്ന് ആരെയും 5 പൈസ വാങ്ങിച്ചിട്ടില്ല. അവളെ ബന്ധുക്കളിൽ നിന്നാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ ഒരു നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇവർക്കാണ് പരാതി. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ വേട്ടയാടുക, പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലും എടുക്കാൻ തയ്യാറല്ല. അത് അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത്? പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം. ഇന്ന് രാവിലെയാണ് ആസിഡ് കുടിച്ച് ശ്രീജ ജീവനൊടുക്കിയത്. വിവരങ്ങളുമായി മനീഷ് മഹിപ്പാൽ ചേരുന്നു. മനീഷ്, ശ്രീജയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് വ്യക്തിപരമായി പലരെന്നായി വായ്പ കടമെടുത്തുകൊണ്ടാണ് ആ ബാധ്യത ഉണ്ടായെന്ന് പറയുന്നു. ആ കടം തിരിച്ചു കൊടുക്കാം എന്നിവർക്കൊക്കെ രേഖാമൂലം വാക്കുകൊടുത്തതാണ് എന്നും പറയുന്നു. അതൊരു രാഷ്ട്രീയ പ്രശ്നമാവുന്നത് എങ്ങനെയാണ് മനീഷ്? അശ്വിനി, ഒരു നാട്ടിൽ ഒരു വാർഡ് മെമ്പർ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അത് സംബന്ധിച്ച് വന്ന പരാതികൾ, ആ പരാതികളിൽ പാർട്ടി CPM നേതൃത്വം ഇടപെടുന്നു. CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ആര്യനാട്. അവിടെ പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നു എന്ന രീതിയിലാണ് പാർട്ടിയുടെ വെർഷൻ. അവിടെ പാർട്ടി ഒരു ജനകീയ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടൊരു ജനകീയ വിചാരണ ഈ വാർഡ് മെമ്പർക്കെതിരെ നടത്തുന്നു. അതിൽ മനം നൊന്തുകൊണ്ട് വാർഡ് മെമ്പർ അടുത്ത ദിവസം രാവിലെ വീട്ടിലെ റബ്ബർ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് എടുത്ത് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇതാണ് ആര്യനാട് നടന്ന സംഭവം. ഇതിൽ നിലവിൽ ഈ രീതിയിൽ അവരെ വിചാരണ ചെയ്യപ്പെട്ടു, അവരെ അവഹേളിച്ചു, പൊതുമധ്യത്തിൽ വെച്ച് അവരെ നാണം കെടുത്തി. അവർ 48 വയസ്സുള്ള സ്ത്രീയാണ്, 2 പെൺമക്കളുണ്ട് അവർക്കുണ്ട്. അവർക്ക് കടമുള്ളതെല്ലാം വ്യക്തിപരമായിരുന്നു. അതിനെ രാഷ്ട്രീയപരമായി CPM അവിടെ ഉപയോഗിച്ചു എന്നതാണ് ഇവിടെ കുടുംബം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആദ്യം മതിയാവണ്ണം ഭർത്താവ്, അതായത് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ജീവനൊടുക്കിയ ശ്രീജയുടെ ഭർത്താവിൻ്റെ മൊഴി വേണ്ട വിധം രേഖപ്പെടുത്തിയില്ല എന്ന ആക്ഷേപം ആദ്യഘട്ടം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ഭർത്താവിൻ്റെ മൊഴിയെടുത്തു. ഭർത്താവിൻ്റെ മൊഴിയെടുത്തപ്പോൾ തൻ്റെ ഭാര്യയുടെ മരണത്തിന് കാരണം ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റും CPM പ്രാദേശിക നേതാക്കളാണ് എന്ന രീതിയിൽ അവരുടെ പേരുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അവർ ഫോണിൽ വിളിച്ചും ഒപ്പം തന്നെ അല്ലാതെ നേരിട്ടും പൊതുസമൂഹത്തിൽ വെച്ചും നാണം കെടുത്തി എന്ന രീതിയിലാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഇനി CPMൻ്റെ ഇത് സംബന്ധിച്ചുള്ള CPMൻ്റെ വിശദീകരണം, നിലവിൽ കുടുംബം ആരോപിക്കുന്നത് 20 ലക്ഷം രൂപയാണ് ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ മരണപ്പെട്ട ആൾക്ക് കടമുള്ളതെങ്കിൽ CPM ആരോപിക്കുന്നത് 1 കോടി രൂപയോളം കടമുണ്ട് എന്നാണ്. അത് പാർട്ടിക്കും പഞ്ചായത്തിനും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചു. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നല്ല, കുടുംബശ്രീ, CDS, ADS അവരുടെ പക്കൽ നിന്നും മൈക്രോ ഫിനാൻസിൽ നിന്ന് എടുക്കുന്ന പണം പാവപ്പെട്ടവരുടെ പൈസയാണ്. കൂലിത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ അവരുടെ പണമാണ് ലോൺ എടുത്ത് വാങ്ങുന്നത്. ഇങ്ങനെ വാങ്ങുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തിന് ഇടപെടാൻ സാധിക്കില്ല. അങ്ങനെ പഞ്ചായത്ത് ഇടപെട്ടു. പക്ഷേ ശ്രീജ പലപ്പോഴും ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. ഒപ്പം തന്നെ വീടുകൾ മാറി മാറി താമസിക്കുന്നു. തൻ്റെ മകളുടെ 2 മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് പണം വാങ്ങിയതെന്നാണ് പലരോട് പറഞ്ഞതെങ്കിലും 2 മക്കളുടെ വിവാഹം ലളിതമായ ചടങ്ങായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ പണം വിനിയോഗിച്ചത്? ഇതിന് പിന്നിൽ, അതായത് ഈ ശ്രീജയുടെ പണത്തിന് പിന്നിൽ, കടം വാങ്ങിയതിന് പിന്നിൽ മറ്റു ചില ആളുകളുണ്ട്. ഈ ശ്രീജയ്ക്ക് പിന്നിൽ പല ആളുകളുണ്ടെന്നാണ് CPM മുന്നോട്ട് വെക്കുന്ന ആരോപണം. പക്ഷേ ഇവിടുത്തെ വിഷയം ധാർമ്മികമായും CPMന് അവിടെ ഇങ്ങനൊരു സ്ത്രീയെ നാണം കെടുത്താൻ അല്ലെങ്കിൽ അവഹേളിക്കാൻ അവകാശമുണ്ടോ എന്നതാണ്. അവിടെ ഇന്നലെ വൈകിട്ട് നടത്തിയ പൊതുയോഗം അവരെ ശരിക്കും അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കടം വാങ്ങലുകൾ, അത് കടം അപ്പോഴുള്ള സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കൽ, അതിന് പലിശയും പിഴപ്പലിശയുമാവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിന് കാരണമാവുന്നത് എങ്ങനെയാണ് എന്നാണ് മനസ്സിലാവാത്തത് മനീഷ്? ഹാഷ്മി, ഇവിടുത്തെ വിഷയം അതുതന്നെയാണ്. ഇത് ഈ ഒരു വാർത്ത, ഒരു പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്ത വാർത്ത സാധാരണ ഒരു വാർത്തയായി കടന്നു പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവരുടെ മരണത്തിന് കാരണമായത് പോലും ഇവരുടെ ഈ രീതിയിലുള്ള ഒരു പൊതുയോഗം സംഘടിപ്പിച്ചതാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നാട്ടിലുടനീളം ഇവരുടെ പേരെഴുതിയ പോസ്റ്ററുകൾ പതിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇവരെ നാണം കെടുത്തുന്ന തരത്തിൽ അവരുടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തെ
മോഷ്ടാക്കളാണിവർ, അവിടുത്തെ കുറുവാ സംഘമാണ്, കോട്ടയ്ക്കകത്തെ കുറുവാ സംഘമാണിവർ എന്ന തരത്തിലുള്ള ബാനറുകൾ അടിക്കുക, ആ പോസ്റ്ററുകൾ ആ പഞ്ചായത്തിൽ ഉടനീളം പതിപ്പിക്കുക. അങ്ങനെ 2 പെൺമക്കളുള്ളൊരു സ്ത്രീ, ഭർത്താവ്, കുടുംബമായി താമസിക്കുന്ന അവരെ ഒരു പാർട്ടി ഔദ്യോഗികമായി അവരുടെ പാർട്ടി പരിപാടി, അതായത് വിതുര ഏരിയ കമ്മിറ്റിയിൽ പെടുന്ന ആര്യനാട് ലോക്കൽ കമ്മിറ്റിയാണ്, അതിൽ ഏരിയ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുക. അങ്ങനെ ഈ ആര്യനാട് പഞ്ചായത്തെ കോട്ടയ്ക്കകം വാർഡ് ശരിക്കും CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ UDF-ന്റെ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് കൗൺസിലർ നിരന്തരമായി, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ നിരന്തരമായി ജയിക്കുന്നു. അവിടെ ആ സീറ്റ് വീണ്ടും പിടിച്ചെടുക്കുക എന്ന രാഷ്ട്രീയ ഉദ്ദേശം CPM-ന് ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഒരു സ്ത്രീയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ അവരെ നാണം കെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നതാണ് ഇവിടുത്തെ ഒരു ക്രൈമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഹാഷ്മി, എന്തായാലും അത് അന്വേഷിക്കട്ടെ. ഈ പറഞ്ഞ രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ശ്രീജയ്ക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഒരു രാഷ്ട്രീയ പാർട്ടി CPM പൊതുയോഗം നടത്തി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. അത് ഇപ്പോഴും കൃത്യമായി അത് വ്യക്തമാവട്ടെ, അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. ഈ മൊഴി പോലും രേഖപ്പെടുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത്. ഭർത്താവിൻ്റെ മൊഴിയടക്കം വീണ്ടും രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.